എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. ഇപ്പോൾ തായ്ലൻഡിലാണ്. തായ്ലൻഡിലെ പട്ടായിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തായ്ലൻഡ് വരുന്നവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹലാൽ ഫുഡൊക്കെ ലഭ്യമാണെന്നുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് പട്ടായിലെ ബീച്ച് റോഡിനടുത്തുള്ള ഒരു മുസ്ലിം ഫുഡ് ഷോപ്പിലാണ്, മറിയം ഷോപ്പ്. ഇവിടെ ചിക്കൻ വിഭവങ്ങളാണ് പ്രധാനം. അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ആ ഷോപ്പിലെ കാഴ്ചകളും ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഷോപ്പിലകത്തെ കാഴ്ചകളും ഭക്ഷണങ്ങളും കാണുന്നതിന് മുമ്പ് പറയട്ടെ, ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഹാരിസ് അമീർ അലി എന്നുള്ള പേരിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഹാരിസ് അമീർ അലി, അത് ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. പുറത്തു നിന്നുള്ള ഈ ഷോപ്പിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷോപ്പിൻ്റെ പേര് മറിയം. അതായത് നമുക്കിവിടെ കാണാം ഇവിടുത്തെ വിഭവങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ ഷോപ്പിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച അവരുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കുടുംബം ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് കാണാം കൂടുകളിൽ ചിക്കൻ ബോയിൽ ചെയ്തിട്ടിരിക്കുന്ന ചിക്കനാണ്. ഇതുകൊണ്ടുള്ള സൂപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ്, നൂഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സീ ഫുഡ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇനി ഇത് കുക്ക് ചെയ്യുന്ന രീതി, കഴിക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇവരുടെ ഭക്ഷണത്തിൽ സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ച് തായ്ലൻഡുകാരുടെ. ഇത് നമുക്ക് കാണുന്നത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതാണ്. പിന്നെ മറ്റേ ഇലകളെല്ലാം തന്നെ കാണാം. അതുപോലെ ഈ കാണുന്നത് വെള്ളം, തായ്ലൻഡുകാരുടെ ഭക്ഷണ രീതിയിൽ കാണാം സൂപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കള്ളികളിൽ, സ്റ്റീമറുകളിൽ വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുന്നതാണ് പല പല തട്ടിലായിട്ട്. വെജിറ്റബിൾസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുന്നത് ചിക്കനൊക്കെ കിടക്കുന്നുണ്ട്. ചിക്കൻ സൂപ്പാണ്. വെജിറ്റബിൾസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാം ലൈവ് കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഷോപ്പിലെ കാഴ്ചകളോട് നമുക്ക് ഭക്ഷണം എന്താണെന്ന് ഓർഡർ ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ, ഹൗ ആർ യു? ഫൈൻ. യെല്ലോ റൈസ് ആൻഡ് ചിക്കൻ റൈസ് ആൻഡ് സൂപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇവരുടെ സംസാരിക്കുമ്പോൾ ഓരോരോ വേർഡ് ബൈ വേർഡ് പറക്കി വേണം സംസാരിക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് യെല്ലോ റൈസ് പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ റൈസ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അവർ ഇവിടെ ഉണ്ടാക്കുന്ന രീതികളും മറ്റൊക്കെ പലതും കാണാൻ പറ്റും. സൂപ്പ് ഉണ്ടാക്കുന്ന രീതി നോക്കൂ. ഇതാണ് സൂപ്പ് ഉണ്ടാക്കുന്ന രീതി. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഈ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കിയെടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റൈലുകളാണ്. ഇത് നമ്മുടെ ഐറ്റം അല്ല. ഇവിടെ നിന്ന് ഓരോ ഇലകളും പറക്കിയിട്ട് അതിലേക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക്, ഇത് ഗ്യാസിലാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. ഇതൊരാളിപ്പോൾ പാഴ്സൽ മേടിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കൊടുക്കുന്ന കാഴ്ചയാണത്. ഇനി നമ്മളുടെ റൈസ് കാര്യങ്ങൾ യെല്ലോ റൈസ് അവരെടുക്കുന്നത് ഒരു ട്രേ എടുത്ത് അതിനകത്ത് ലെറ്റ്യൂസ് ലീഫുകളെല്ലാം വെച്ച് യെല്ലോ റൈസ് ഒരു ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച യെല്ലോ റൈസ് ഉണ്ട്. അപ്പോൾ ആ റൈസാണ് അവരെടുക്കുന്നത്. ഒരു ചിക്കൻ പീസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ. അതിൻ്റെ കൂടെ ഗാർലിക് അവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇടുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാ റൈസ്, നമ്മളുടെ ബോയിൽഡ് റൈസാണത്. അതിനകത്ത് എന്തോ ജീരകവും മറ്റെന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തു. വെജിറ്റബിൾസിന് ശേഷം നമ്മൾ അവർ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് കട്ട് ചെയ്തിടുന്നത്. ഈ ഷോപ്പിനകത്തുള്ള ഐറ്റംസ് നമുക്കൊന്നും കൂടി വിശദമായിട്ട് പരിചയപ്പെടാം. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. എന്നിരുന്നാലും ഇവരെ പെർമിഷൻ എടുത്തിട്ട് ചോദിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ചിക്കൻ ബോയിൽ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും.
റോസ്റ്റഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പനീർ കാണാൻ പറ്റുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സോസേജുകൾ, ചിക്കൻ പാർട്സുകൾ എല്ലാം തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നൂഡിൽസുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂഡിൽസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. റൈസൊക്കെ ഇവർ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതാ വിഭവം അത് അന്നേരം തന്നെ സ്പോട്ടിൽ തയ്യാറാക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ റൈസ് സൂപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും റൈസും മറ്റേ സീ ഫുഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ ചെമ്മീനൊക്കെ അവർ ബോയിൽ ചെയ്തെടുത്തതും സെറ്റ് ചെയ്യുന്ന കാഴ്ചകൾ കാണാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ വിഭവങ്ങളാണ് ഞാനിപ്പോൾ കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിലെ കാഴ്ചകൾ. അപ്പോൾ പട്ടായയിൽ വരുന്നവർക്ക് മുസ്ലിം ഫുഡിന് വേണ്ടിയിട്ട് ആരും ബുദ്ധിമുട്ടേണ്ടതില്ല. ആ കാര്യത്തിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് കഴിക്കാം. ഇതൊരു ഷോപ്പല്ല, ഇതുപോലെ ധാരാളം ഷോപ്പുകൾ പട്ടായയിലുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പട്ടായയിൽ മാത്രമല്ല, ബാങ്കോക്കിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരം ഷോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റൈസ് റെഡിയാണ്. ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ യെല്ലോ റൈസ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലുള്ള റൈസ് വേവിച്ചത്, ചിക്കനൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ചിക്കൻ പീസുകൾ കട്ട് ചെയ്ത് വെച്ചേക്കണം ഈ കാണുന്നത്. അതിനോടൊപ്പം ബ്രോസ്റ്റഡ് ചിക്കൻസ് കാണാം. ബ്രോസ്റ്റഡിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വെജിറ്റബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ചിക്കൻ സൂപ്പാണത് കേട്ടോ. ചിക്കൻ സൂപ്പാണ്. ഇതേ രീതിയിലാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. അതുപോലെ നമുക്കിത് കാന്താരി മുളക് അരച്ച ചമ്മന്തി ഇവിടെ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ രസകരമായിട്ട് കാര്യം വെച്ചാൽ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക്, ഇത് രണ്ടും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കണതിൻ്റെ പേരിൽ അത് നന്നാക്കിയിട്ട് ഭക്ഷണത്തിനോടൊപ്പം ചേർത്ത് കഴിക്കാമെന്നുള്ളതാണത്. പിന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള തുളസി ഇലയുണ്ട്. അതുപോലെ നമ്മളുടെ ബീൻസ് നന്നാക്കി വെച്ചിട്ടുണ്ട്. അതായത് പയർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറുപയർ മുളപ്പിച്ചതാണത്. ചെറുപയർ 4-5 ദിവസമൊക്കെ മുളപ്പിച്ചെടുത്തേക്കണേ അത്ര ഉള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഇതിന് പുറമെ വേണ്ടവർക്ക് അല്പം കൂടിയും എരിവും മറ്റു കാര്യങ്ങളും വേണമെങ്കിൽ മറ്റു തരത്തിലുള്ള സോസുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ രുചി പറയാം. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ രുചി ഞാൻ പറയാം നിങ്ങൾക്ക്. യെല്ലോ റൈസിൻ്റെ അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ചിക്കനാണത്. ചിക്കൻ മാത്രം കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വെറുതെ മസാല ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ, ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ജസ്റ്റ് വേവിച്ചെടുത്ത ചിക്കൻ അത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ യെല്ലോ റൈസിനോട് ചേരുമ്പോൾ പിന്നെ ഇതിൻ്റെ ടേസ്റ്റാണ് മാറും. റൈസിനോട് ചേർന്ന് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, നമ്മൾ KFC ചിക്കിങ്ങിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന പോലെ ബ്രോസ്റ്റഡ് ചിക്കൻ, അത് വിത്ത് റൈസ്, യെല്ലോ റൈസ്. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാലും നമ്മുടെ നാടുകളിലൊക്കെ എല്ലായിടത്തും ബ്രോസ്റ്റഡ് ചിക്കൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് നല്ല നെയ്ച്ചോറ് വെച്ചിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കിയ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നും പറയാനില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച എൻ്റെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് മനസ്സിലുള്ളതായിരുന്നു. അപ്പോൾ അത് നടന്ന്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ രീതിയും കൂടി ഞാൻ കാണിച്ചു തന്നല്ലോ. കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ കഴിച്ച കൊളസ്ട്രോൾ കുറയുന്നത് നമ്മുടെ നാട്ടിലെ ബുക്കുകളിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഫോർവേഡ് ചെയ്യണതാണ് നമ്മളതിന് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക. തായ്ലൻഡിലത് ഉൾപ്പെടുത്തുന്നുണ്ട്. വെളുത്തുള്ളി, കാന്താരി മുളക്. ഇപ്പോൾ വെളുത്തുള്ളി ഇപ്പോൾ ഇവിടെ കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ചെറിയ വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ചെറിയ വെളുത്തുള്ളിയാണ്. ഒരുപാട് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ നമുക്ക് ആ വെളുത്തുള്ളിയുടെ കുത്ത് കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മീൽസിൽ ഇവർ സാധാരണ 4-5 വെളുത്തുള്ളി നന്നാക്കി കഴിക്കും. ഉദാഹരണത്തിന് എന്താണ് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. വെളുത്തുള്ളി മാത്രമായിട്ടല്ല കഴിക്കുന്നത്. അതായത് വെളുത്തുള്ളി മാത്രമായിട്ടല്ല കഴിക്കുന്നത്. ഇവർ വെളുത്തുള്ളിയും റൈസും എല്ലാവരും ഉൾപ്പെടെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ അല്പം ചിക്കനും റൈസും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ
വെളുത്തുള്ളിയുടെ സെപ്പറേറ്റ് ഒരു കുത്ത് ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടിപ്സായിട്ട് കണക്കാക്കാം. നിങ്ങളെ വീട്ടിൽ നന്നാക്കുമ്പോൾ വലിയ വെളുത്തുള്ളികളൊക്കെ സ്ത്രീകൾക്ക് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വേഗം നന്നാക്കുമ്പോൾ ചെറിയ ചെറിയ വെളുത്തുള്ളികളുണ്ടല്ലോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ വെളുത്തുള്ളികൾ, അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം അത് നന്നാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ താഴെ പോരാണ്ട് അത് ഉപകരിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ബാക്കി കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കഴിക്കുമ്പോൾ ചിക്കൻ സൂപ്പ് ഉണ്ട് കേട്ടോ. ചിക്കൻ സൂപ്പിൻ്റെ കാര്യം വിട്ടുപോയി പറയാനായിട്ട്. ചിക്കൻ സൂപ്പ് വളരെ രണ്ടും കൂടി കൂട്ടുമ്പോൾ വളരെ രുചികരമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ വിലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിക്കൻ റൈസിനൊക്കെ വരുന്ന വില 40 ബാത്താണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ 80 രൂപ 85 രൂപ റേഞ്ചിലാണ് വരുന്നുള്ളൂ. 40 ബാത്താണ് ഈ റൈസിൻ്റെ വില. അതിൻ്റെ കൂടെ ഒരു ബോള് സൂപ്പ് ഫ്രീ ആണ്. ഇങ്ങനത്തെ സൂപ്പ് ഫ്രീ ആണ്. നല്ല ഇതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ 2 ടൈപ്പ് ചിക്കൻ, ബോയിൽ ചെയ്ത ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ചിക്കന് ഒരു ടൈപ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 ബാത്തും കൂടി എക്സ്ട്രാ ആവുന്നുണ്ട്. അപ്പോൾ 60 ബാത്ത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ 40 ബാത്തിനും 50 ബാത്തിനും 60 ബാത്ത്. മാക്സിമം പ്രീമിയം എന്ന് പറയുന്നത് 60 ബാത്താണ്. 120 രൂപ. തായ്ലൻഡിൻ്റെ മിക്ക സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇനി കൂടുതൽ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.